ഡിമെൻഷ്യ അഥവാ മറവി രോഗം പിടിപെട്ട ഒരാൾ പ്രതികാരത്തിന് ഇറങ്ങി തിരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അയാൾക്കാവട്ടെ വയസ്സ് 90 ആവുകയും ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ നിലനിർത്തുന്ന ആകാംക്ഷ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പിരിമുറുക്കത്തിന്റെ പരകോടിയിലെത്തുകയാണ്. പക വീട്ടാൻ ഇറങ്ങി തിരിച്ചാൽ പ്രായവും ആരോഗ്യവും ഒന്നിനും തടസ്സമല്ലെന്ന് ഉറക്കെ പറയുന്നു റിമംബർ. ഓർമ്മകൾക്ക് അങ്ങേ തലക്കലൊരു കുടുംബത്തിന്റെ കൂട്ടക്കരച്ചിൽ കേൾക്കാം. വെടിവെച്ചയോടൊപ്പം ഒടുങ്ങിപ്പോയൊരു തേങ്ങൽ. അതിനു കാരണക്കാരനെ തേടിയാണ് ഈ വൃദ്ധന്റെ പടപ്പുറപ്പാട്. അയാൾ ലക്ഷ്യം കാണുമോ? 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ത്രില്ലറുകളിൽ ഒന്നാണ് റിമംബർ എന്ന സിനിമ. തികച്ചും അസാധാരണമായൊരു പ്രതികാര കഥയാണ് ഇത്. ക്ലൈമാക്സിൽ അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റും പ്രേക്ഷകനെ കാത്തിരിക്കുന്നുണ്ട്. കിടയേറ്റ തിരക്കഥ തന്നെയാണ് ചിത്രത്തിലെ ഹൈലൈറ്റ്. ഡിമെൻഷ്യ ബാധിച്ച തന്റെ കൂട്ടുകാരൻ സെവ് ഗുട്ട്മാന് തങ്ങളുടെ കുടുംബത്തെ കൊലപ്പെടുത്തിയ നാസി ഉദ്യോഗസ്ഥന്റെ വിശദാംശങ്ങൾ ഒരു കത്തിൽ എഴുതി നൽകി കൂട്ടുകാരൻ മാർക്സ് പ്രതികാരത്തിനയക്കുകയാണ്. പ്രതികാരം ചെയ്യാൻ സെയ്ഫ് ഇറങ്ങിത്തിരിക്കുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. പലപ്പോഴും പദ്ധതികൾ മറന്നു പോകുന്ന സെവ് അവസാനം കൊലയാളിയെ കണ്ടെത്തുക തന്നെ ചെയ്യുന്നു. സെവ് ആയി അഭിനയിച്ച ക്രിസ്റ്റഫർ പ്ലംബറിന്റെ അഭിനയം അവിശ്വസനീയമാം വിധം കിടയേറ്റതാണ്. രണ്ടാം ലോക യുദ്ധം പ്രമേയമാക്കി നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ട് വേറിട്ട് നിൽക്കുകയാണ് റിമംബർ. 2015 ആറ്റം ഇഗോയൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥ ബെഞ്ചമിൻ ഓഗസ്റ്റിന്റേതാണ്. ക്രിസ്റ്റഫർ പ്ലംബറിനെ കൂടാതെ മാർട്ടിൻ ലാൻഡൌ, ഡീൻ നോറിസ്, ബ്രൂണോ ഗാൻസ് എന്നിവരാണ് അഭിനേതാക്കൾ. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്നാണ് റിമംബർ.